ഇവിടെ തനിമലയാളിയുടെ വന്നിട്ട് ഒരു ചിക്കൻ റാപ്പൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആയി നല്ല ഫില്ലിംഗ് ആണ്, ട്രൈ ചെയ്ത് നോക്കും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഇവിടെ എന്ത് വർത്താനായി പറയുന്നത്, ഇതുകൊണ്ട് എങ്ങനെ വയറ് അറിയാനാ, എങ്ങനെ ഫില്ലിംഗ് ആവുന്ന പൊളി പറയണമെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും കുറച്ച് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാമെന്നൊക്കെ കരുതിയിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു രീതിക്ക് ഫുഡ് കഴിച്ച് തുടങ്ങുമ്പോൾ ഒരു ചിക്കൻ റാപ്പൊക്കെ ഓക്കെയാണ്, ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഷവർമ ഉണ്ടാക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എല്ലില്ലാത്ത ചിക്കൻ നോക്കിയിട്ട് ഒരു തൈരൊക്കെ ഇട്ട് നന്നായിട്ടൊരു മെറിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കോലിൽ കുത്തി ഒന്ന് കറക്കി വേവിക്കാമെന്ന് കരുതി വെച്ചതായിരുന്നു. പകുതിയായപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഷവർമ എന്തായാലും പാളിയിട്ടുണ്ട്, ഷവർമ അടക്കില്ല എന്നുള്ളത്. അത് കാരണം നമ്മൾ ചിക്കൻ കുക്കായി വരുന്തോറും നല്ല ഹാർഡായി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് ചിക്കൻ ഇങ്ങനെ കുക്കായി കിട്ടി, അതിന് ആ ഓയിലൊക്കെ ഇങ്ങനെ ഉറ്റി വീഴുന്നത് കാണാൻ നല്ല സാറ്റിസ്ഫൈങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് കുക്കായ ശേഷം ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഷവർമ കട്ട് ചെയ്യും പോലെ കട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ നടക്കുന്നില്ല. കാരണം ചില ഭാഗത്തൊക്കെ നമ്മുടെ ചിക്കൻ നല്ല ഹാർഡായിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം കൂടി കുക്കാവട്ടെ എന്ന് കരുതിയിട്ട് ഇങ്ങനെ വെച്ച് നല്ല ഹാർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ചിക്കൻ എങ്ങനെയൊക്കെ കട്ട് ചെയ്തെടുത്ത ശേഷം കുറച്ച് ക്യാരറ്റും ഉള്ളിയും കക്കരിക്ക എന്തൊക്കെ നമ്മളെ കയ്യിൽ സലാഡിന് യൂസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ എടുത്തിട്ട് ഒരു ചെറിയൊരു സോസും കൂടെ ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കൻ്റെ കൂടെ. അപ്പോൾ ആ സോസിനായിട്ട് ഞാൻ എഗ്ഗ് പുഴുങ്ങിയതും കേടും ഒക്കെയാണ് യൂസ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ചപ്പാത്തിയിലേക്ക് വെച്ചിട്ട് റോളായി കഴിച്ചാൽ ഓക്കെയാണ്. നല്ല